ഇതുകൊണ്ട് പരിപാടിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ഫാമിലി ക്വാർട്ടേഴ്സിന്റെ കാര്യം കോൺട്രാക്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. സോറി, ഞാൻ എന്തൊരു മണ്ടൻ. ഞാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇനി, അല്ലേ? ഞാൻ തുടങ്ങിയത് തന്നെ നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന ധാരണയിലാണ്. നമ്മൾ അന്യന്മാരല്ലാതാവുന്നു എന്ന് വെച്ചാൽ കർണന്റെ ഭാഷയിൽ പറഞ്ഞു. കർണേട്ടൻ പറഞ്ഞു. ഞാൻ എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കുന്നു വിഷമിക്കുമ്പോഴാണ് എന്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ പുള്ളി നമ്മുടെ കല്യാണക്കാരി എടുത്തിട്ട് ഉള്ളിൽ ആ മനുഷ്യനെ ആ നിമിഷം നമസ്കരിച്ചു പോയി. എന്തൊരു മനസ്സ്! ആ മനുഷ്യനെ മനസ്സിൽ നമസ്കരിച്ചിട്ടാണ് എന്നും ഞാൻ ഉറങ്ങുന്നത്, ഓരോ രാത്രിയിലും. പഠിപ്പില്ല, ജയിലിൽ പോയവനാണ്, അച്ഛനാരെന്നറിയാത്തവനാണ്. തന്റെ യോഗ്യതകളൊക്കെ കരുണേട്ടൻ തന്നെ വിസ്തരിക്കും. എന്നോടും പറഞ്ഞു, ഈ കല്യാണത്തിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ എന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടി. പാവം, അത്രയൊന്നും കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല അല്ലേ? കഷ്ടപ്പെട്ടു ഒരുപാട്. എങ്കിലും ഞാൻ സമ്മതിച്ചില്ല. ദേവേ, എനിക്ക് സമ്മതം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഗോപിക്കൊന്നും തോന്നരുത്. ഗോപി എനിക്കിഷ്ടമാണ്. മറ്റൊരു നിലയ്ക്ക് എനിക്കില്ലാത്തൊരാങ്ങളെ കിട്ടിയ പോലെ തോന്നി ഗോപി കൂടി വന്നപ്പോ. അപ്പൊ വേറെ? ആദ്യം ഭയമായിരുന്നു, പിന്നെ ഒരാണും അങ്ങനെ എന്റെ മനസ്സിലേക്ക് കയറി വരുമെന്ന് കരുതിയതല്ല. കാടനാണ്, ചിലപ്പോൾ കാടിനേക്കാൾ കഷ്ടമാണ്. പക്ഷേ എനിക്കൊരു രണ്ടാം ജന്മം തന്നത് ആ മനുഷ്യനാണ്, കരുണേട്ടൻ. സോറി, അകം ആരും കാണാതിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളായതുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏയ്, ഞാൻ എന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവനവനെ വഞ്ചിക്കാൻ വയ്യല്ലോ. കരുണേട്ടന് അങ്ങനെയൊന്നും തോന്നില്ല. ആ പേടി വേണ്ട. അയാൾ പുറത്ത് കാട്ടില്ല. പഠിപ്പും വിവരമില്ലെങ്കിലും അയാൾ ഒരു മനുഷ്യനാണ്. ഒറ്റ കഴിയുന്ന ഒരാണാണ്. ഒരു വീട്ടുകാരെ പറ്റി അയാൾ ആലോചിക്കില്ലെന്ന് കണ്ണു അടച്ച് വിശ്വസിച്ചു പോയത് എന്റെ തെറ്റ്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ ആം എ ഫൂൾ. എന്റെ വിഡ്ഢിവേഷം ഒരു കുട്ടിക്കളിയായിരുന്നു അത് എന്ന് കരുതിയാൽ മതി. സോ സോറി. ഇതുകൊണ്ടൊക്കെ ആ വീട്ടിലൊരു വ്യത്യാസം വരാൻ പോണില്ല, പറഞ്ഞെന്ന് മാത്രം. അയാളുടെ മനസ്സെടുത്ത് ഞാൻ പുറത്തിടുന്ന കാണണം. ടേക്ക് ഇറ്റ് ഈസി. പാറ പൊട്ടിച്ച് ഉറവ കണ്ടെത്തുന്നതായിട്ട് ഞാൻ ഏറ്റു. അത്രത്തോളം എത്തുമ്പോൾ അതിലും വലിയ വമ്പനാവും ഈ ഗോപി. ടേക്ക് ഇറ്റ് ഈസി. ആ, ചായ കഴിക്കൂ. ഉഷാറിലാണല്ലോ മാഷേ. ഭയങ്കര ഉഷാർ. വിസ വന്നു. 20 ദിവസത്തിനകം വിമാനം കയറും. അതിനുമുമ്പ് കുറെ ഏറെ പണിയുണ്ട്. കാരണം സംഭവിക്കുക തന്നെ. കർണന്റെ ശിഷ്യത്വം കൊണ്ട് ഗുണമുണ്ടാവും ചിലപ്പോ. അത് കിസ്സ വേറെ. 20 ദിവസം. പിന്നെ അതിനുമുമ്പ് ഒരു കാട്ട് ഖിലാടിയെ പിടിച്ച് തൊഴുത്തി കെട്ടണം. നല്ല നടപ്പിന് ജാമ്യം എടുക്കാൻ തയ്യാറായ ആളോട് എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. ഭയങ്കര ഉത്തരവാദിത്വം. തോണി തുഴയുന്നു, കച്ചവടം ചെയ്യുന്നു, കുറെ ചാരായം കുടിക്കുന്നു. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു നല്ല സ്ത്രീയെ കണ്ട് മനസ്സിലൊരു മയം തോന്നിയാ എടോ തെറ്റല്ല. മനസ്സിലായില്ല. വലിയ വർത്താനം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല മാഷെ. ഊച്ചാളുകളെ മുഴുവൻ വിറപ്പിക്കുന്ന കർണന്റെ തലയെക്കെട്ട് അഴിഞ്ഞു വീഴില്ലെന്ന് ഒരുത്തിയോട് ഇഷ്ടം തോന്നിയാൽ. പ്രാന്തന്മാരെ ഗൾഫിൽ പണിക്കെടുക്കില്ല മാഷെ. ദേ, എന്റെ മുമ്പിൽ മായം തിരിഞ്ഞാലേ അടിച്ചാൻ അകമ്പുറം മറിച്ചാളയും. ആണോ? ആ ഭാഷ പറയാൻ മനസ്സിലാവൂ? വമ്പന്മാര് പറയുന്നതാണ്. ഞാൻ എന്താ വേണ്ടത് മാഷെ? വേണ്ടത് എന്താണെന്ന് ഞങ്ങൾ എല്ലാരും കൂടെ നിശ്ചയിച്ചോളാം. കള്ളിന്റെ മണമില്ലാതെ കുളിച്ചു കുറിതൊട്ട് തന്നെ ഒന്ന് അമ്പലത്തിന്റെ നടയിൽ നിർത്തണം, ദേവേനയുടെ മുമ്പിൽ.
അത് ഏറ്റിട്ടാ ഞാൻ വരുന്നത്. ഇപ്പൊ മനസ്സിലായ? മാഷേ, മുറ്റത്ത് ചെറിയൊരു പന്തലിടണം, മൈക്ക് വെച്ച് പാട്ട് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ എന്നെ പിടിച്ച് തിന്നാൻ വന്നു. ചാരായ ഷോപ്പിൽ കയറരുതെന്നുള്ള ഓർഡർ ആദ്യം കൊടുക്കേണ്ടത് ചേച്ചി. ഒക്കെ മാറും, കുറെ കാലത്തെ ശീലമല്ലേ. ഡ്രൈവിംഗ് പഠിച്ചാൽ മാഷി എല്ലിനോടത്ത് എനിക്കും പണി ശരിയാക്കി തരാൻ ചിലപ്പോ പറ്റുമെന്ന് മാഷ് പറഞ്ഞു. ഗോപി ശ്രമിക്കും. പക്ഷെ നിനക്ക് ബോട്ടില് എന്താ അതിന് പറയാ, ഗുണ്ടല്ലോ. കല്യാണത്തിന് മച്ചോക്കാരിക്ക് പ്രത്യേകം ബിരിയാണി വേണം. അത് ഞമ്മ പറഞ്ഞിരിക്കും. എന്താണ് എന്ത് പറ്റി? ചേച്ചി നാരായണനും ആൾക്കാരും തടുത്തപ്പോഴെന്നെ അവരഞ്ചിട്ടാളുണ്ടായിരുന്നു കന്നേട്ട. എന്റെ കുറ്റമല്ല കന്നേട്ട. ചന്ദ്രനെ ആശുപത്രിയിലേക്ക് എത്തുള്ളൂ. ഞാൻ കുഞ്ഞിക്കാക്ക ഒരു വണ്ടി. പേടിക്കണ്ടടാ, സാരമില്ല, ഇപ്പൊ ആശുപത്രിയിലെത്തും. ആസ്പത്രിയിൽ കിടക്കണ്ട, മുറിവ് കെട്ടിയിട്ട് എന്നെ വീട്ടിലേക്ക്. മുറ്റത്ത് പന്തലിടണം, അലങ്കാരം വെച്ച തോണിയില് കരുണേട്ടനെ ചേച്ചിയും ഞാൻ തുറന്നുകൊണ്ട് പോകും. ഞാൻ എങ്ങോട്ടും പോകില്ല മാഷെ, ഇവിടെ തന്നെ. ഞാൻ പോയ കരുണേട്ടനും ചേച്ചിക്കും.
മാഷേ, ചിലപ്പോൾ കർണന്റെ ഭാഷയിൽ അമ്മായിയമ്മയുടെ വീട്ടിൽ വരുന്ന, അല്ലെങ്കിൽ രണ്ടായാലും സാരമില്ല. ചന്ദ്രൻ